ബഹിരാകാശത്ത് നിർണായക നേട്ടം കൈവരിച്ച ഇന്ത്യ. ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കുന്നതിനായി വികസിപ്പിച്ച യന്ത്രക്കൈ വിജയകരമായി പ്രവർത്തിപ്പിച്ചു. സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പമാണ് റോബോട്ടിക് ആം വിക്ഷേപിച്ചത്. ഇതിനു പുറമെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സ് പേലോഡ് പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ക്യാമ്പ് വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നതിന്റെ വീഡിയോ ISRO ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു. ബഹിരാകാശ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ISRO തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യന്ത്രക്കൈ. ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാണ് ഇത്തരം യന്ത്രക്കൈകൾ നിർമ്മിക്കുന്നത്. ബഹിരാകാശത്തെ മാലിന്യങ്ങൾ ശേഖരിക്കാനും മറ്റു വസ്തുക്കളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനും ഇത്തരം സംവിധാനം കൊണ്ട് സാധിക്കും. ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് യന്ത്രക്കൈ വികസിപ്പിക്കുന്നത്. പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ക്യാമറ, സെൻസറുകൾ, പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം ഈ യന്ത്രക്കൈയുടെ ഭാഗമാണ്. മറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളിൽ ഇത്തരം സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും കടന്നു വന്നത്. ഇതിനു പുറമെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സ് പേലോഡും വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. PSSC രൂപകൽപ്പന ചെയ്ത ക്രോപ്സ് പേലോഡ് പരീക്ഷണത്തിൽ വൻപയർ വിത്താണ് മുളപ്പിച്ചത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7 തന്നെ നടക്കും. രാവിലെ 9-നും 10-നും ഇടയിലായിരിക്കും ഉപഗ്രഹങ്ങൾ ഒന്നാകുക. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.